കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഖബറുകളുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളെ ബഹുമാനപ്പെട്ട അബൂ ഷാമ റഹിമഹുല്ലാഹുവും ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ റഹിമഹുല്ലാഹുവും വിമർശിച്ചതും ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചതുമായ കുറേ വിഷയങ്ങൾ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഗ്രന്ഥത്തിൽ നിന്നും അൽ ബഅ്സ് അലാ ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസ് എന്നതിൽ നിന്നും നാം വായിച്ചിരുന്നു. അതിന്റെ ബാക്കിയായി തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 3-ാം വാള്യം 196-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ പറയുന്നു, മിൻഹാജ് എന്ന ഇമാം നവവി റഹിമഹുല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ വിശദീകരണമാണ് തുഹ്ഫത്തുൽ മുഹ്താജ്. അബൂ ഷാമ റഹിമഹുല്ലാഹുവിന്റെ ശിഷ്യനായ ഇമാം നവവി റഹിമഹുല്ലാ അവിടുത്തെ മിൻഹാജിൽ വയുക്റഹു തജ്സീസുൽ ഖബരി, ഖബറിനെ കുമ്മായമിടൽ കറാഹത്താണ്. വൽ ബിനാഉ അലൈഹി, ഖബറിന്റെ മുകളിൽ ബിൽഡിംഗ് എടുക്കലും ഫി ഹരീമിഹി വ ഖാരിജഹു, അതിന്റെ തൊട്ടടുത്തും പുറത്തുമായി ഖബറിന്റെ നേരെ മുകളിലോ അതിൻ്റെ പരിസരങ്ങളിലോ ഖബറിനെ പരിഗണിച്ചുകൊണ്ട് ഒരു നിർമ്മാണ പ്രവൃത്തി നടത്തുക എന്ന് പറയുന്നത് കറാഹത്താണ്. എന്നാൽ മയ്യത്തിനെ ഏതെങ്കിലും ആളുകൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഖബർ മാന്തിയിട്ടോ മറ്റോ പുറത്തെടുക്കുമെന്ന് ഭയപ്പെടുകയോ അതല്ലെങ്കിൽ മലവെള്ളപ്പാച്ചലിൽ മയ്യത്ത് ഒലിച്ച് പുറത്തേക്ക് കടക്കുമെന്നൊക്കെ തോന്നുന്ന സന്ദർഭങ്ങളിൽ അതിൻ്റെ പ്രൊട്ടക്ഷനായിക്കൊണ്ട് വേണമെങ്കിൽ ഖബറിനെ കെട്ടിപ്പടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എന്നല്ല, ചിലപ്പോൾ അത് നിർബന്ധമായി തീരുകയും ചെയ്യും. അത് നേരത്തെ വിവരിച്ചിട്ടുണ്ട്. ഇത് വിവരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ വിവരിക്കുന്നു, വസയുഅലമു, പിന്നീട് മനസ്സിലാക്കപ്പെടും, മിൻ ഹദമി മാ ബിൽ മുസബ്ബലത്തി, മുസബ്ബലത്തായ ഭൂമിയിലുള്ളതൊക്കെ പൊളിക്കപ്പെടേണ്ടതാണ്. അഥവാ ഇവിടെ ഇമാം നവവി റഹിമഹുല്ലാ ബിൽഡിംഗ് എടുക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞപ്പോൾ അത് ആരെങ്കിലും വളച്ചൊടിച്ച് തെറ്റിദ്ധരിച്ച് കറാഹത്തല്ലേ ഉള്ളൂ, കറാഹത്ത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, അള്ളാഹുവിൻ്റെ റസൂലിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി വിരോധിച്ച കാര്യങ്ങൾക്കാണ് കറാഹത്ത് എന്ന് പറയുക. വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം വിരോധിച്ചാൽ അതിന് കറാഹത്ത് എന്നും, അത് കർശനമായി വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹറാമ് എന്നും, അവ്യക്തമായി വിരോധിച്ചതാണെങ്കിൽ അതിന് ഖിലാഫുൽ ഔല എന്നുമാണ് പണ്ഡിതന്മാർ പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ കറാഹത്താണ് എന്നൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വ്യക്തമായ നഹി സ്വരീഹ് അവിടെ ഉള്ളത് കൊണ്ടാണ് കറാഹത്ത് വന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച ഒരു കാര്യം നാം മനഃപൂർവ്വം സ്വയേഷ്ടപ്രകാരം ചെയ്യാൻ വേണ്ടി തയ്യാറാവുക എന്നത് തന്നെ വലിയ ഒരു ദുരന്തത്തിലേക്ക് എത്തും എന്നത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സംശയിക്കേണ്ടതില്ല. എന്നാൽ ചിലപ്പോഴൊക്കെ യാതൊരു നിർവാഹവും ഇല്ലാത്ത സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങൾക്കൊക്കെ വഴിപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും കറാഹത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ അത് നാം അള്ളാഹുവിനോട് തൗബ ചെയ്ത് അതിന് പരിഹാരമായി ഏതെങ്കിലും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുക എന്നതല്ലാതെ മനഃപൂർവ്വം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച ഏതെങ്കിലും ഒരു കാര്യം യാതൊരു ആവശ്യവും ഇല്ലാതെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഒരു രംഗത്തും ഉണ്ടാകാൻ പാടില്ലാത്തതും ഒഴിവാക്കപ്പെടേണ്ടതുമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പോൾ ഇമാം നവവി റഹിമഹുല്ലാ കറാഹത്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് കറാഹത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കൊച്ചാക്കി കാണുന്ന ചില ആളുകൾ രംഗത്ത് വരാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ വിവരിക്കുന്നു, വസയുഅലമു മിൻ ഹദമി മാ ബിൽ മുസബ്ബലത്തി, മുസബ്ബലായ സ്ഥലങ്ങളിൽ നിർമ്മിക്കപ്പെട്ട ഖബറുകളുടെ മുകളിലുള്ള കെട്ടിടങ്ങളൊക്കെ പൊളിക്കപ്പെടണം എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കപ്പെടേണ്ടതാണ് ഹുർമത്തുൽ ബിനാഇ ഫിയ, മുസബ്ബലായ സ്ഥലങ്ങളിൽ ഖബറിന്റെ മുകളിലും പരിസരങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തൽ ഹറാമാണ് എന്നത്. ഇത് കാരണം അൽ അസ്ലു അന്നഹു ലാ യുഹ്ദമു ഇല്ലാ മാ ഹറമ വളുഹു, നിർമ്മിക്കൽ ഹറാമായ കാര്യത്തെ അല്ലാതെ പൊളിക്കപ്പെടാൻ പറ്റില്ല. ഒരാള് ഏതെങ്കിലും ഒരു വസ്തു നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിനെ പൊളിക്കണമെങ്കിൽ അത് ഉണ്ടാക്കൽ നിഷിദ്ധമായ കാര്യമാണ്. പൊതുസ്ഥലത്തുള്ള ഖബറുകളുടെ മുകളിലോ പരിസരത്തോ നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളെ പൊളിക്കപ്പെടേണ്ടതാണ് എന്ന് ശേഷം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ടവർ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുസ്ഥലങ്ങളിൽ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഹറാമാണ് എന്നത് അതിൽ നിന്ന് വ്യക്തമാണ്. ഈ പറഞ്ഞത് പൊതുസ്ഥലം അല്ലാത്ത സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിൽ ആണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ ഇവിടെ വിവരിക്കുകയാണ്. ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നു, വൽ കിതാബത്തു അലൈഹി, ഖബറിന്റെ മുകളിൽ എഴുതുക അതും കറാഹത്താകുന്നു. എന്തേ കാരണം? ലിന്നഹി സ്വഹീഹി, സ്വഹീഹായി വന്ന വിരോധം ഉള്ളതിനു വേണ്ടി അനിസ്സലാസത്തി, മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളെ തൊട്ടും. അപ്പോൾ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക, ഖബറിന്റെ മുകളിൽ കുമ്മായമിടൽ, ഖബറിന്റെ മുകളിൽ
എഴുതി വെക്കുക. ഇത് മൂന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചിട്ടുണ്ട് എന്ന് സ്വഹീഹായി സ്ഥിരപ്പെട്ടത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വെറുക്കപ്പെടുന്ന കറാഹത്തായ കാര്യങ്ങളാണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാ മിൻഹാജിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ നമുക്ക് വിവരിച്ചു തരുന്നത്. അവിടെ എഴുതുന്നത് ഈ മരിച്ച ആളുടെ പേരാവട്ടെ, അതല്ലാത്ത മറ്റെന്തെങ്കിലും ആവട്ടെ, അത് കാലിന്റെ അടുക്കലാവട്ടെ, അല്ലെങ്കിൽ തലയുടെ ഭാഗത്താവട്ടെ, എവിടെയാണെങ്കിലും. എന്നാൽ ഇവിടെ തന്നെ അസ്റാ ഇമാമ് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് വല്ലതും എഴുതി വെക്കലാണെങ്കിൽ അത് ഹറാമ് തന്നെയാണ്. എന്തുകൊണ്ട്? അത് പിന്നീട് ചവിട്ടപ്പെടാനും അതിന്റെ മഹത്വത്തിന് ഭംഗം വരുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടത്തപ്പെടാനും സാധ്യതയുള്ളത് കൊണ്ട് അതിനുശേഷം മരിച്ച ആളുടെ പേരെഴുതി വെക്കൽ നല്ലതാകേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. പ്രത്യേകിച്ചും അമ്പിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ഖബറിന്റെ മുകളിൽ അവരുടെ പേരെഴുതി വെക്കുന്നത് പിന്നീട് വരുന്ന ആളുകൾക്ക് കാലാന്തരത്തിൽ അത് തിരിച്ചറിയാൻ സഹായകരമാകുമെന്ന് അസ്റാഇ ഇമാമ് ഒരു ചർച്ച ചെയ്തിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ല വിവരിക്കുന്നു. പിന്നീട് വരുന്ന ആളുകൾക്ക് ഖബറിൽ കിടക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പേരെഴുതി വെക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് ഹാക്കിം റഹിമഹുല്ല ഒരു പ്രതികരണം നടത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി ഈ പേരെഴുതി വെക്കുക എന്ന് പറഞ്ഞതിനെ വിരോധിച്ചിട്ടുണ്ടെങ്കിലും കാലങ്ങളായി പാരമ്പര്യമായി മുസ്ലിമീങ്ങൾ അവരുടെ മരിച്ച ആളുകളുടെ ഖബറിൻ്റെ മുകളിൽ പേരെഴുതി വെക്കുന്ന ഒരു പരിപാടി നടന്നു വരുന്നു. അത് മുൻഗാമികളിൽ നിന്ന് പകർന്നുകൊണ്ടാണ് പിൻഗാമികളായ ആളുകൾ ചെയ്തിട്ടുള്ളത് എന്നും ബഹുമാനപ്പെട്ടവർ ആ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹു ആ ചർച്ചയെ വിമർശിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പാരമ്പര്യമായി കാലങ്ങളായി നടന്നു വരുന്നു എന്നതുകൊണ്ട് മാത്രം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു കാര്യം മതപരമായി അംഗീകരിക്കപ്പെടുന്നതല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള ആളുകൾക്ക് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹുവിൻ്റെ ശേഷം പറയുന്ന വാക്കുകൾ തന്നെ ധാരാളം മതിയാകുന്നതാണ്. വയുറദ്ദു ഈ ഹാക്കിം റഹിമഹുല്ലാഹുവിൻ്റെ ഈ വിശദീകരണത്തെ തള്ളപ്പെടേണ്ടതാണ്. ബിമനി ഹാദിഹിൽ കുല്ലിയ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും മഹാന്മാരുടെ ഖബറുകളിലും മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരുടെ ഖബറുകളിലൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ വാദം തന്നെ ശരിയല്ല. അങ്ങനെ എല്ലാവരുടെയും ഖബറിൻ്റെ മുകളിൽ അങ്ങനെ പേരെഴുതി വെക്കപ്പെട്ടിട്ടില്ല. ഇനി വബി ഫർളിഹ ഇനി അങ്ങനെ ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഫൽ ബിനാഉ അലാ ഖുബൂരിഹിം മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരുടെ ഖബറുകളുടെ മുകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അക്സറു മിനൽ കിതാബത്തി അലൈഹ ഖബറിന്റെ മുകളിലുള്ള എഴുത്തിനേക്കാളും കൂടുതലാണ്. അഥവാ പേരെഴുതി വെച്ചതിനേക്കാളും കൂടുതലായി ധാരാളം നേതാക്കന്മാരുടെ ഖബറുകളുടെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. ഫിൽ മഖാബിരിൽ മുസബ്ബല പൊതു ശ്മശാനങ്ങളിൽ മക്ബറകളിൽ കമാവ മുഷാഹദുൻ അത് നമുക്ക് നേരിട്ട് കാണാൻ തന്നെ പല സ്ഥലത്തും സാധിക്കുന്നതാണ്. ലാസിയമാ ബിൽ ഹറമൈനി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ മദീന മുനവറയിലും മക്കത്തുൽ മുക്കറമയിൽ പോലും ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. മിസ്റിലും അങ്ങനെ കാണാനുണ്ട്. വനഹ്വി അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും ഉണ്ട്. വഖദ് അലിമൂ ബിന്നഹി അൻഹു ആ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഉറപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വിരോധിച്ചിട്ടുണ്ട് എന്നത് അതിൽ ആർക്കും തർക്കമില്ലാത്ത സംശയമില്ലാത്ത. വഖദ് അലിമു മുതഅല്ലിമീങ്ങൾക്കറിയാം ഇൽമ് എന്ന പദം പ്രയോഗിക്കുന്നത് യഖീനുള്ള സ്ഥലത്ത് മാത്രമായിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട് എന്ന് അറിവുള്ളതോടുകൂടെ തന്നെയാണ് ഈ മക്കയിലും മദീനയിലും മിസ്റിലും ഒക്കെ ധാരാളം നേതാക്കന്മാരുടെ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും ഖബറിന്റെ മുകളിൽ പേരെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധിക്കരിച്ചുകൊണ്ട് നടത്തപ്പെട്ടതാണ് എന്ന് വെക്കാനല്ലാതെ ഇത് കാലങ്ങളായി നടന്നു വന്നു എന്നതിന്റെ പേരിൽ ഇസ്ലാമീകരിക്കാൻ ഇതിന് യാതൊരു നിർവാഹവും ഇല്ല എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹു വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഫൈൻ ഖുൽത ഇനി നീ ചോദിക്കുകയാണെങ്കിൽ ഹാദാ ഇജ്മാഉൻ ഫിഅലിയുൻ
ഇത് ലോകത്തെ മുസ്ലിമീങ്ങൾ എല്ലാവരും ഏകകണ്ഠമായി ചെയ്തു വരുന്ന ഒരു പ്രവൃത്തിയല്ലേ? ഫഹുവ ഹുജ്ജത്തുൻ. അങ്ങനെ മുസ്ലിമീങ്ങൾ എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ അത് ദീനിൽ തെളിവായി കണക്കാക്കപ്പെടേണ്ടതല്ലേ? കമാ സറഹു ബിഹി. പണ്ഡിതന്മാരൊക്കെ അത് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതുപോലെ. അപ്പോൾ ഖുൽതു, ഞാൻ പറയുന്നു, മംനൂഉൻ, ആ വാദം തള്ളപ്പെടേണ്ടതാണ്, മുസ്ലിം ലോകത്ത് സ്വീകരിക്കപ്പെടേണ്ട ഒരു വാദം അല്ല. ബൽ എന്നല്ല, ലോകത്ത് എല്ലാവരും ഇത് അംഗീകരിച്ചു എന്ന് പറയുന്നത് തന്നെ സത്യമല്ല. ബൽ അക്സരിയുൻ, കുറെ ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നത് ഒരുപക്ഷെ ശരിയാവാം. വബി ഫർലി കൗനിഹി ഇജ്മാഅൻ ഫിഅലിയൻ. ഇവിടെയാണ് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് കർമ്മപരമായ ഇജ്മാ ആണ് എന്ന് സങ്കല്പിച്ചാൽ പോലും ഫമഹല്ലു ഹുജ്ജിയതിഹി, നാട്ടിലുള്ള മുഴുവൻ ആളുകളും ചെയ്തു എന്നതിന്റെ പേരിൽ അത് ദീനുൽ ഇസ്ലാമിന്റെ ഭാഗമായി നാം അതിനെ കണക്കാക്കുന്നത് കമാ ഹുവ ളാഹിറുൻ, അത് അന്തമുള്ള പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ അറിയുന്ന എല്ലാ വ്യക്തികൾക്കും വ്യക്തമായി മനസ്സിലാകുന്ന ഒരു സത്യമാണ്. ഇന്നമാ ഹുവ ഇൻദ സലാഹിൽ അസ്മിനതി ബിഹൈസു യൻഫുദു ഫീഹിൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകരി. നന്മ കൽപ്പിച്ചാൽ അത് സ്വീകരിക്കുകയും തിന്മ വിരോധിക്കുമ്പോൾ അത് വർജിക്കുകയും ചെയ്യുന്ന സമൂഹങ്ങൾ ഉള്ള നല്ല കാലത്തുണ്ടായ ഇജ്മാകൾ മാത്രമേ ഇജ്മാ ആയി മുസ്ലിം ലോകത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായമായി കണക്കാക്കപ്പെടുകയുള്ളൂ. ആ കാലമൊക്കെ പണ്ടെപ്പോഴോ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് വിവരിക്കുകയാണ്. അപ്പോൾ കാലങ്ങളായി നമ്മുടെ നാടുകളിൽ നടന്നു വരുന്നു, ഉലമാക്കൾ ചെയ്തു വരുന്നു, അംഗീകരിക്കുന്നു എന്തൊക്കെ ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി വിരോധിച്ച കാര്യങ്ങളെ ഇസ്ലാമികവൽക്കരിച്ചുകൊണ്ട് നടക്കുന്ന പുരോഹിതന്മാർ കൊണ്ട് നടക്കുന്ന എല്ലാ ഉടായിപ്പുകൾക്കും ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് ഈ വരികളിലൂടെ നമുക്ക് വിശദീകരണം നൽകിയിട്ടുണ്ട്. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.